നമ്മുടെ കർത്താവ് കോപത്തോടെ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ പല്ലിനു പണിയില്ലാതാക്കിയതു ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന് തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല. മഴ മുടക്കി. ഒരു വയലിൽ മഴ പെയ്യുമ്പോൾ മറ്റൊരു വയൽ വരണ്ടുണങ്ങി. കാരണം നാം തന്നെ കർത്താവിനെ തേടാതെ മറ്റു ദൈവങ്ങളെ അന്വേഷിച്ചു പോയി. സത്യദൈവത്തെ മറന്നു, അന്യ ദൈവങ്ങളെ ആരാധിച്ചു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് കർശനമായി നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാ ദുരിതത്തിനും പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യത്തിനും ഉത്തരവാദി നാം തന്നെ. ദൈവത്തെ വിളിക്കാൻ നമുക്ക് സമയമില്ല. എല്ലാ തകർച്ചയിൽ അവസാനിക്കുമ്പോൾ നാം ദൈവത്തെ തേടുന്നു. അപ്പോഴും ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് മാനസാന്തരമോ അനുതാപമോ ഇല്ലാതെയാണ് നാം ദൈവത്തെ കാര്യം നേടാൻ അന്വേഷിക്കുന്നത്. അനുതപിച്ച് കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കുമെന്ന് പറയുന്നു. നാം ചെയ്ത പാപങ്ങൾ ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും എന്ന് വീണ്ടും കർത്താവ് പറയുന്നു. തിന്മയല്ല നന്മയെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നിങ്ങളുടെ ഇടയിൽ നീതി സ്ഥാപിക്കുവിൻ. അപ്പോൾ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയാകണമെന്നാണ് സൈന്യങ്ങളുടെ ദൈവം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നാം ചെയ്ത തെറ്റുകൾ പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് നൽകണമേ. ആമേൻ.